വളരെ റെയർ ആയിട്ട് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് ഹാർട്ടിന് ക്യാൻസർ വരുന്നു എന്നുള്ളത്. ക്യാൻ ഹാപ്പൻ. നമ്മൾ ക്ലിനിക്കലി ഒട്ടും കാർഡിയാക് പെയിൻ അല്ല എന്ന് തീരുമാനിച്ച് തല കയറ്റി വെച്ചേക്കുന്ന സാധനം സംശയം നിവർത്തിക്കാൻ ആൻജിയോഗ്രാം നോക്കിയാൽ ബ്ലോക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ ഡോക്ടർമാരും കണ്ടിട്ടുണ്ട്. കുട്ടിയുടെ ഹൃദയത്തിന്റെ വാൽവിന് തകരാറ് എന്നൊക്കെ. അപ്പൊ നമുക്കിത് കുട്ടി വയറിലിരിക്കുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങളൊന്നും അറിയാൻ പറ്റില്ലേ ഡോക്ടറെ? അയോട്ടിക് വാൽവ് നല്ലോണം ചുരുങ്ങിയാൽ കുട്ടി സർവൈവ് ചെയ്യത്തില്ല വെളിയിറങ്ങി കഴിഞ്ഞാൽ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹൃദയത്തിന്റെ വാൽവിന് തകരാറ് ഉണ്ടാകുന്നത്? അമ്മയ്ക്ക് എന്തെങ്കിലും കൃത്യമായ പോഷകം കിട്ടാത്തതുകൊണ്ടാണോ, അമ്മയിലൂടെ കുട്ടിക്ക് കിട്ടാ, ഇങ്ങനെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ഒരു 5 വയസ്സ് തൊട്ട് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം. 5 വയസ്സ് മുതലോ? 10 വർഷമോ 15 വർഷമോ കഴിഞ്ഞിട്ട് അറ്റാക്ക് അതിൻ്റെ അസുഖം ഉണ്ടാകുന്ന സമയത്തല്ല നമ്മൾ ചെക്ക് ചെയ്യണം. ചില ആളുകൾ പറയും ഈ ബീഡി വലിക്കുന്നതാണ് ഭയങ്കര പ്രശ്നം, സിഗരറ്റ് അത്രയും പ്രശ്നക്കാരനല്ല എന്ന് പറയും. കമ്പനീസാണ് ഇതെല്ലാം തീരുമാനിക്കാറുള്ളത്. ലൈറ്റ് സിഗരറ്റ്, ഹെവി സിഗരറ്റ് അങ്ങനെയുള്ള ഉണ്ട്. സ്മോക്ക് കുറവാണ്, കണ്ടന്റ് കുറവാണ്, അത് ഇതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അങ്ങനെ ഒന്നുമില്ല. സിഗരറ്റ് എന്ന് പറയാറുള്ളത് ഇറ്റ് കോസസ് ഡയറക്ട്ലി കറോണറി വാസോസ്പാസം. ഒരു സിഗരറ്റ് മതി. ആൽക്കഹോളും ഒരുപോലെ തന്നെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ ഹൃദയത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമല്ലേ? 2 പെഗ്ഗിൽ കൂടുതൽ ആൽക്കഹോൾ യൂസ് ചെയ്താൽ പ്രഷർ കൂടും, ഹാർട്ടിൻ്റെ എടുപ്പിൻ്റെ സ്പീഡ് കൂടും. ക്രോണിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്ക് ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് മസിലൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഉത്സാഹത്തിന് ചെന്ന് കഴിഞ്ഞിട്ട് ഉള്ള ഇതെല്ലാം കൂടി എടുത്തിട്ട് ഹെവി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഹാർട്ട് ഫെയിലിലേക്ക് പോകും, കാർഡിയക് അറസ്റ്റ് ഉണ്ടാകും. ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, പുകവലി, ഫിസിക്കൽ ഇനാക്ടിവിറ്റി, പിന്നെ കൊളസ്ട്രോൾ. ലേസർ ടെക്നോളജി എന്ന് പറയുന്ന ഒരു പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട് എന്നുള്ളത്, ഇത് സത്യത്തിൽ ഈ സർജറിക്ക് പകരമുള്ള ഒരു മോഡാണോ? നിറച്ച് ക്ലോട്ടാണ്. ഹിയർ ലേസർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെൻഡിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല, നോർമൽ ഫ്ലോ ആയി കഴിഞ്ഞാൽ. സോ ദീസ് ആർ സം സെലക്റ്റഡ് സിറ്റുവേഷൻസ് വെയർ ലേസർ ഇസ് വെരി ഇഫക്റ്റീവ്. ഇപ്പൊ കെ എം ചെറിയാനിൽ ലേസർ ഉണ്ട് അല്ലേ? അത് ഇപ്പം നമ്മൾ ആ ഫെസിലിറ്റി അക്വയർ ചെയ്തിട്ടുണ്ട്. ഹലോ എവ്രി വൺ, വെൽക്കം ടു ദ ഷോ. ഞാനിപ്പോൾ ഉള്ളത് ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ചെങ്ങന്നൂരിലാണ്. ഈ ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും പ്രബലമായ ഒരു വിഭാഗമാണ് കാർഡിയോളജി എന്ന് പറയുന്നതെന്ന് എനിക്ക് നിസ്സംശയം പറയാം. വളരെ സന്തോഷത്തോടെ ആ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഡോക്ടേഴ്സിനെയും വെൽക്കം ചെയ്യുകയാണ്. ഡോക്ടർ മധു പൗലോസ് ചാണ്ടി, ഡോക്ടർ ആനന്ദ് ശ്രീനിവാസൻ, ഡോക്ടർ ദേവരാജൻ ആൻഡ് ഡോക്ടർ ആർ സെന്തിൽകുമാർ. വെൽക്കം ഡോക്ടേഴ്സ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എവിടെ ചോദിക്കുമ്പോഴും കെ എം ചെറിയാനിലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് ഏറ്റവും ഗംഭീരം എന്ന് കേൾക്കാറുണ്ട്. നിങ്ങളാണോ ആ പേരിനുള്ള കാരണക്കാർ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. അത് ഞങ്ങളുടെ ഹാർഡ് വർക്ക് അതിൻ്റെ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അറ്റ്ലീസ്റ്റ് ഒരു 60% അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഈ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട എന്ത് അസുഖം എന്ന് കേട്ടാലും എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് ഭയങ്കര ടെൻഷനാവും. അയ്യോ ഇതെന്താ അറ്റാക്കാണോ എന്നുള്ളതാണ് ആദ്യത്തെ സംശയം. അത് ഒരുപക്ഷെ അവസാനത്തെ സംശയമാകാം. എന്നാൽ പോലും എന്തുകൊണ്ടാണ് ഇങ്ങനെ ആളുകൾ ഇതിനെക്കുറിച്ച് ഭയങ്കരമായി ബോധേഡ് ആവുന്നതെന്ന് എപ്പോഴെങ്കിലും സാർ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിൻ്റെ സിംറ്റംസ് വന്നത് ഇറിവേഴ്സിബിൾ ആണ്. അത് എനിക്ക് തോന്നുന്നത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ എൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ലൈഫിനെ അഫക്ട് ചെയ്യുന്നതായിരിക്കാം. അതെല്ലാവർക്കും അറിവുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കാണ് ഇത്ര ടെൻഷൻ അടിക്കുന്നത്. എനിക്ക് തോന്നുന്നത് സാറേ, സാറിന് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിനിടയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എന്ത് അസുഖം പറഞ്ഞുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ എന്ത് സിംറ്റം പറഞ്ഞുകൊണ്ടായിരിക്കും സാറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാവുക? നമുക്ക് സാധാരണഗതിക്ക് ഇപ്പം ഈ സിംറ്റംസ് പെയിനായിട്ട് വരുമ്പോൾ ഒരു കുറച്ച് ശതമാനം കേസിനകത്ത് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഹാർട്ടിൻ്റെ പ്രോബ്ലം അല്ല എന്നുള്ളത്. കുറച്ച് ശതമാനം കേസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇത് ഹാർട്ടിൻ്റെ പ്രോബ്ലം ആകാൻ ചാൻസ് ഉണ്ട്. വളരെ ടിപ്പിക്കൽ. ഇപ്പോൾ ഉദാഹരണത്തിന് പേഷ്യൻ്റ് പറയും ഞാൻ ചിലപ്പോൾ ഒരു 1/2 കിലോമീറ്റർ നടക്കുമ്പോഴേക്കും എനിക്ക് നെഞ്ച് പൊട്ടിപ്പോകുന്നു, അല്ലെങ്കിൽ നടക്കാൻ പറ്റില്ല, കിതയ്ക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു കുളിക്കുന്ന സമയത്ത് എനിക്ക് നെഞ്ചിന് ഭാരം പോലെ തോന്നുന്നു, സ്റ്റെപ്പ് കയറുമ്പോൾ കിതപ്പും ബുദ്ധിമുട്ടും ഉണ്ടാകുന്നു. അത് കേൾക്കുമ്പോൾ നമുക്കറിയാം ഹാർട്ടിൻ്റെ പ്രശ്നമാണ്. പ്രത്യേകിച്ച് അവർക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഡയബറ്റീസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്, BP ഒക്കെ ഉണ്ടായിരുന്നു, പ്രായം എല്ലാം വെച്ചാൽ അവരുടെ ടിപ്പിക്കൽ സിംറ്റം ആണെങ്കിൽ നമുക്ക് സംശയം തോന്നില്ല. ചില പേഷ്യൻ്റ് പറയും എനിക്ക് ഒരു പെയിൻ ഉണ്ട്, പക്ഷേ ഞാൻ അങ്ങോട്ട് തിരിയുമ്പോൾ വേദന ഉണ്ടാകുന്നു, ചുമയ്ക്കുമ്പോൾ വേദനയുണ്ട്. അത് കേൾക്കുമ്പോൾ നമുക്കറിയാം ഹാർട്ടിൻ്റെ പ്രശ്നമല്ലാന്ന്. ഇതിൻ്റെ ഇടയ്ക്ക് ചില സിംറ്റംസ് കേട്ട് കഴിയുമ്പോൾ നമുക്ക്
സംശയം വരും. ഇത് 50% ഹാർട്ടിൻ്റെ ആകാം, അല്ല 50% ഹാർട്ടിൻ്റെ അല്ലാതുള്ളതാകാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വരുന്ന സിറ്റുവേഷനിലാണ് നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസ് വേണ്ടി വരുന്നത്. അല്ലാതെയുള്ളൊരു പെയിനൊക്കെയാണ് ചിലപ്പോൾ നമ്മളൊരു പേഷ്യൻ്റ് സമാനത്തിലുള്ള ഒരു ECG എടുത്ത് നോക്കി, കാരണം അവർക്ക് സംശയം നമ്മൾ വെറുതെ ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ വെറുതെ വാക്കാൽ പറഞ്ഞാൽ അവർക്ക് ആർക്കും വിശ്വാസം കുറവാണ്. അപ്പോൾ ഒരു ECG നമ്മൾ എടുക്കണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു, സാറേ ഒരു ECG എടുത്ത് നോക്കിയേക്കാം എന്ന് അവർ ഇങ്ങോട്ട് പറയും. അപ്പോൾ അവരുടെ ഒരു സമാധാനത്തിന് ഒരു പാർഷ്യൽ ഡയഗ്നോസിസ് വേണ്ടും, പിന്നെ നമ്മളൊരു അവരുടെ ഒരു സമാധാനത്തിന് വേണ്ടി നമ്മളൊരു ECG പണി എടുത്ത് നോക്കി കുഴപ്പമൊന്നുമില്ല പറഞ്ഞാൽ മതി. ഇത് ഒരു കോസ്റ്റോകോൺട്രൈസ് എന്ന് പറഞ്ഞ പ്രശ്നമാണ്, മസിലിനുള്ളിൽ ജോയിൻറ്റ് നീർക്കുണ്ടാകുന്നതാണ്, കുഴപ്പമില്ല, 2 ദിവസം പാരസെറ്റമോൾ അങ്ങനെ എന്തെങ്കിലും പെയിൻ ടാബ്ലറ്റ് കഴിച്ച് കഴിഞ്ഞാൽ അത് മാറിക്കോളും. ഇനി അഥവാ മാറുന്നില്ല, അല്ലെങ്കിൽ ഇത് നീണ്ടു നിൽക്കാണെങ്കിൽ വീട്ടിൽ പോയിട്ട് നല്ലപോലെ നടക്കുകയൊക്കെ ചെയ്യും. സാധാരണ എനിക്ക് ഹാർട്ടിൻ്റെ ബന്ധപ്പെട്ട പെയിനൊക്കെ ആണെങ്കിൽ നമ്മൾ എക്സർസൈസ് റിലേറ്റഡ് ആയിട്ട് അത് കൂടും. ഒരു 1/2 കിലോമീറ്റർ 1 കിലോമീറ്റർ കുറേ ദിവസം നടന്നു നോക്കുമ്പോൾ നമുക്ക് പെയിൻ കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ കൂടുതൽ ഇവാലുവേഷൻ വേണം, അല്ലെങ്കിൽ നമ്മളൊരു അനാലിസിസ് കൊടുത്ത് നോക്കിയിട്ട് പെയിൻ കുറയുന്നില്ല, അങ്ങനെ സിറ്റുവേഷൻ ആണെങ്കിൽ രണ്ടാമത് നമുക്ക് വേണമെങ്കിൽ ഇവാലുവേഷൻ പിന്നെ ചെയ്ത് നോക്കിയാൽ മതി. സെന്തിൽ സാറ് മലയാളികളെയും ചികിത്സിക്കാറുണ്ട്, മറ്റ് സ്റ്റേറ്റുകളിലുള്ളവരെയും ചികിത്സിക്കാറുണ്ടല്ലോ. മലയാളികൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ടെൻഷൻ കൂടുതലുണ്ടോ? അങ്ങനെ സാറിന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അങ്ങനല്ല, ജനറൽ പോപ്പുലേഷനിൽ ഇപ്പോൾ ഫാമിലിയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആയിട്ട് இருக்காவே പർട്ടിക്കുലർ പേഷ്യൻറ്റ്, അപ്പോൾ ഒരു ചെറിയ ഒരു ചെസ്റ്റ് പെയിൻ എങ്കിലും അവർക്ക് ഒരു നല്ല ഒരു പാനിക് അറ്റാക്സും ഇല്ലെങ്കിൽ ഒരു ആങ്സൈറ്റിയും വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ദാറ്റ് അപ്ലൈസ് ടു ഓൾ. മലയാളികൾക്ക് മാത്രമേ പ്രശ്നമില്ല അല്ലേ? ഇല്ല അങ്ങനെ ഒന്നുമില്ല. ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ എനിക്കൊരു കാര്യം പറയുന്നത്, എൻ്റെ എക്സ്പീരിയൻസിൽ ലിസൺ ടു ദ പേഷ്യൻറ്റ് ഈസ് ടെല്ലിങ് യു ദ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. പേഷ്യൻറ്റ് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി നമ്മളൊരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നു, ഹാർട്ടിൻ്റെ ആയിരിക്കാം, അല്ലായിരിക്കാം. പക്ഷേ ഒരു 5% കേസിൽ തെറ്റും. അതായത് നമ്മൾ ക്ലിനിക്കലി ഒട്ടും കാർഡിയാക് പെയിൻ അല്ല എന്ന് തീരുമാനിച്ച് തല കയറ്റി വെച്ചേക്കുന്ന സാധനം സംശയം നിർത്തിക്കാൻ ആൻജിയോഗ്രാം നോക്കിയാൽ ബ്ലോക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ ഡോക്ടർമാരും കണ്ടിട്ടുണ്ട്. ഒരു കാരണവശാലും ഹാർട്ടിൻ്റെ പെയിൻ അല്ല എന്ന് ഞാൻ വിചാരിച്ചിട്ട് പേഷ്യൻ്റെ നിർബന്ധത്തിന് ആൻജിയോഗ്രാം ചെയ്ത് ഞാൻ ബ്ലോക്ക് കണ്ടിട്ടുണ്ട്. നമുക്ക് തെറ്റാനുള്ളൊരു പോസിബിലിറ്റി എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതിൽ തെറ്റില്ല. ചില ആളുകൾ വന്നിട്ട്, സാറേ ഇപ്പം ഞാൻ 2 ആഴ്ച മുമ്പ് TMT ചെയ്തു, എൻ്റെ ഫ്രണ്ട് 2 ആഴ്ച മുമ്പ് TMT ചെയ്തു, ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന്, വീട്ടിൽ പോയി 4 ദിവസം കഴിഞ്ഞപ്പം രാവിലെ മരിച്ചുപോയി എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഓക്കെ, TMT എന്ന് പറഞ്ഞാൽ ഒരു 70% 75% ആക്യുറസി ഉള്ളൊരു ടെസ്റ്റാണ്. ആൻജിയോഗ്രാം ഒരു 100% ആക്യുറസി ഉള്ള ടെസ്റ്റാണ്. അപ്പം നമ്മളത് മനസ്സിലാക്കണം. അപ്പം ചില ആളുകൾ വന്ന് നമ്മൾ OP വന്ന് സാറേ നമുക്കൊരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ട്. അതിൽ കുറച്ച് കാര്യമുണ്ട്. ഞാനൊക്കെ അതിൽ പെടുന്ന ആളാണ്. ഞാൻ മധുസാറിന്റെ അടുത്ത് തന്നെയാണ് എൻ്റെ അമ്മയെ കൊണ്ടുവന്നിട്ടുള്ളത്. സാർ ആദ്യം TMT എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ആൻജിയോഗ്രാം എടുക്കാം സാർ, ഞാൻ ഡോക്ടറായപ്പോൾ. അല്ല, അത് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. നമ്മൾ ഒരു കാരണവശാലും കാർഡിയാക് അല്ല എന്ന് വിചാരിക്കുന്ന അത് ഒരു 90% ടൈംസും നമ്മുടെ നിഗമനം ശരിയാണ്. പക്ഷെ ഹ്യൂമൻ എറർ എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഉണ്ട്. അതാണ് ശരിയാണ്. ഞാനിപ്പോൾ ഒരു സംശയം ചോദിക്കട്ടെ, അപ്പോൾ ഈ ഡോക്ടേഴ്സ് എല്ലാവരും നിങ്ങൾക്ക് തന്നെ സ്വയം നിങ്ങൾ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഡയഗ്നോസ് ചെയ്യുമല്ലോ, നമുക്കുണ്ടാവുന്ന ഒരു നെഞ്ചുവേദന ചിലപ്പോൾ കാർഡിയാക് പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഡയഗ്നോസ് ചെയ്യാറില്ലേ? അതെപ്പോഴെങ്കിലും എങ്കിൽ പിന്നെ ഒന്ന് ഒരു ടെസ്റ്റ് നടത്തി നോക്കാം എന്ന് ചിന്തിക്കാറുണ്ടോ? കാർഡിയോളജി എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദർ സംതിങ് കോൾഡ് പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അത് ബയോഷ്യൻ തിയറി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് നമ്മൾ TMTയുടെ റിസൾട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ അത് അപ്ലൈ ചെയ്യണമെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ഒരു പേഷ്യൻ്റ് വന്നിട്ട് നമുക്ക് നെഞ്ചുവേദനയാണെന്ന് പറയുന്നു. സോ യു ഹാവ് ടു ഓൾവേസ് ലുക്ക് അറ്റ് ദ പ്രോബബിലിറ്റി. ഇയാൾക്കുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, ഇയാളുടെ പ്രായം എന്താണ്, ഇയാൾ വാട്ട് ഈസ് ദ ഏജ്, വാട്ട് ഈസ് ദ സെക്സ്. ബിക്കോസ് ലേഡീസിന് യൂഷ്വലി ഇച്ചിരിയുടെ ഒരു മെൻസസ് ഉള്ള സമയത്ത് കാർഡിയാക് ഇസ്കീമിക് ഹാർട്ട് ഡിസീസ്, അതായത് നമ്മൾ സാധാരണ പറയുന്ന ഹൃദ്രോഗം, അത് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ചാൻസസ് വരും, ചാൻസ്, അതാ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ വെരി ലോ. ദിസ് തിങ്സ് യു ഹാവ് ടു കീപ് ഇൻ യുവർ മൈൻഡ്. അതേസമയം എന്തൊക്കെ റിസ്ക് ഫാക്ടർ ഉണ്ട്, ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, ഇങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആളാണോ, ആണെങ്കിൽ ദർ ഇസ് എ ചാൻസ്. അപ്പോൾ ഇതിങ്ങനെ പറയുന്ന ആളുടെ ആ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി എന്ന് നമ്മൾ ഡോക്ടർ ശരിക്കും തലയിൽ കയറ്റി വെച്ചിട്ട് വേണം ഈ സിംറ്റം അനലൈസ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ അനലൈസ് ചെയ്തിട്ട് നമുക്കിത് പ്രോബിലിറ്റി ഭയങ്കര ലോ ആണെന്ന് തോന്നിയാൽ TMTയിൽ ചെറിയ ചേഞ്ച് കണ്ടാലും നമ്മളിത് പ്രശ്നമില്ല എന്നാണ് എഴുതി വിടാറ്. അങ്ങനെയാണ് TMT ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ആൻഡ് TMTക്ക് വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ TMT നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അർത്ഥം മൾട്ടി വെസൽ കൊറോണറി ആർട്ടറി ഡിസീസ് ഇല്ലെന്ന് മാത്രമാണ്.
എന്ന് പറഞ്ഞാൽ സിംഗിൾ വെസൽ ഒരു കുഴലിൽ ബ്ലോക്ക് ഉള്ളപ്പോൾ പലപ്പോഴും TMT ഒന്നും കാണാറില്ല. അതുകൊണ്ട് ചില ഡോക്ടേഴ്സ് TMT ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: TMT ഈസ് നെഗറ്റീവ്, ദ പേഷ്യൻ്റ് ഈസ് അൺലൈക്ലി ടു ഹാവ് മൾട്ടി വെസൽ കൊറോണറി ആർട്ടറി ഡിസീസ്. ഇങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, വിച്ച് ഇസ് ദ മോസ്റ്റ് കറക്റ്റ് ഇന്റർപ്രിറ്റേഷൻ ഓഫ് എ TMT. ഓക്കെ, ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇങ്ങനെ ഈ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള കാരണങ്ങൾ, പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഡയബറ്റീസ് ഒരു 3-4 ഇരട്ടി ചാൻസ് കൂടുതലുണ്ട്, റിസ്ക് കൂടുതലുണ്ട്. ഹൈപ്പർ ടെൻഷൻ, പിന്നെ പുകവലി, ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ അത് ഒരു കാരണമായിരിക്കും. ഫിസിക്കൽ ഇനാക്ടിവിറ്റി, പിന്നെ കൊളസ്ട്രോൾ, ബ്ലഡിനകത്ത് ഹൈ അതും പലപ്പോഴും പാരമ്പര്യമായിട്ടൊക്കെ വളരെ ഹൈ ലെവലിൽ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർ കാണും. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണഗതിക്ക് വരുന്ന റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഓരോ റിസ്ക് ഫാക്ടേഴ്സിൻ്റെ എണ്ണം, ഇപ്പോൾ ഡയബറ്റീസ് മാത്രം ഉള്ളപ്പോൾ ഉള്ള റിസ്ക് അല്ല, ഡയബറ്റീസും BP കൂടെ ഉള്ളപ്പോൾ. ഡയബറ്റീസും BPയും ഹൈ കൊളസ്ട്രോൾ വരുമ്പോഴേക്കും റിസ്ക് കുറേ കൂടെ കൂടും. ഫാമിലി ഹിസ്റ്ററി കൂടി ഉണ്ടെങ്കിൽ പിന്നെ കുറച്ചുകൂടെ കൂടും. മെയിൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഫീമെയിൽസിനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടെ റിസ്ക് കൂടും. ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ കുറവുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് പുകവലി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ റിസ്ക് ഫാക്ടേഴ്സിൻ്റെ എണ്ണം കൂടുന്നവരും റിസ്ക് കൂടി വരും. മധു സാർ ആദ്യം പറഞ്ഞ പോലെ ഈ എക്സസീവ് ആൽക്കഹോളും സ്മോക്കിങ്ങും ഇത് രണ്ടും ഹാർട്ട് ഇഷ്യൂസിന് കാരണമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിന് വീണ്ടും ഒന്നുകൂടെ ചോദിക്കുകയാണേ. അതായത് ഈ എക്സസീവ് ആൽക്കഹോളും സിഗരറ്റും അതെങ്ങനെയാണ് ഒരുമിച്ചാവുന്നത്? അതായത് ആൽക്കഹോളും ഒരുപോലെ തന്നെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ ഹൃദയത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമല്ലേ? ആൽക്കഹോൾ ഹൃദയത്തിന് അത്രയും പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമല്ല. അത് ശരി. ആൽക്കഹോൾ ക്രിയേറ്റ്സ് അതർ പ്രോബ്ലംസ്. അതായത് ആൽക്കഹോൾ ഉള്ളവർക്ക് ലിവറിനാണ് പ്രോബ്ലം കൊണ്ടുവരുന്നത്. അതാണ് ആൽക്കഹോൾ റിലേറ്റഡ് ആയിട്ടുള്ള കോമൺസ്റ്റ്. വേറെ ഹാർട്ടിലേക്ക് അതിന് ഇൻഡയറക്റ്റ് ഇഫക്ട്സ് ആണ്. നമ്മൾ 2 പെഗ്ഗിൽ കൂടുതൽ ആൽക്കഹോൾ യൂസ് ചെയ്താൽ, അതായത് 60 ml ആണ് യൂഷ്വലി നമ്മളൊരു പെഗ് എന്ന് പറയുന്നത്, ദെൻ കുറച്ച് സിമ്പതറ്റിക് ഓവർ ആക്ടിവിറ്റി വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ കൂടും, ഹാർട്ടിൻ്റെ ഇടിപ്പിൻ്റെ സ്പീഡ് കൂടും, ഇങ്ങനത്തെ 2 കാര്യങ്ങൾ വരും. അപ്പോൾ 60 ml കൂടുതൽ പോകും തോറും നമുക്ക് അണ്ടർലൈൻ ഹാർട്ട് ഡിസീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രസിപ്പിറ്റേറ്റ് ആകാനുള്ള സാധ്യത കൂടും. പിന്നെ ഒന്ന് ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ടിൻ്റെ ഇടുപ്പിന് മാറ്റം വരുന്നൊരവസ്ഥയുണ്ട്. ഇത് ആൽക്കഹോൾ കൺസംഷൻ കൂടി വരുമ്പോൾ അതിനുള്ള ചാൻസ് നല്ലോണം കൂടും. പിന്നെ നല്ലോണം ആൽക്കഹോൾ ക്രോണിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഹാർട്ടിൻ്റെ പമ്പിങ് കുറച്ച് വരാൻ സാധ്യതയുണ്ട്. ഇതാണ് ആൽക്കഹോളിൻ്റെ റിസ്ക്. വേറാസ് സ്മോക്കിംഗ് ആണെങ്കിൽ ഡയറക്റ്റ് കൊറോണറി ആർട്ടറി ഡിസീസിനാണ് റിസ്ക്. അതായത് ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യത സ്ട്രേറ്റ് കൂട്ടുന്ന ഒരു സാധനമാണ്. ആൻഡ് ദാറ്റ് ഈസ് പ്രൊപ്പോർഷൻ ടു ദ നമ്പർ ഓഫ് സിഗരറ്റ് സ്മോക്ഡ് ഇൻ എ ഡേ. ഈവൺ 1 സിഗരറ്റ് ഈസ് എ റിസ്ക് ഫാക്ടർ. പക്ഷേ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. അതായത് ചില ആളുകൾ പറയും ഈ ബീഡി വലിക്കുന്നതാണ് ഭയങ്കര പ്രശ്നം, സിഗരറ്റ് അത്രയും പ്രശ്നക്കാരനല്ല എന്ന് പറയും. നിക്കോട്ടിനാണ് പ്രശ്നം. ആണ് അല്ലെ? നിക്കോട്ടിനാണ് അതിനകത്ത് മറ്റേ ക്യാൻസറാണ്. ബാക്കി എലമെന്റ്സ് ഈ കൊറോണറി ആർട്ടറി ഡിസീസ് ഉണ്ടാക്കുന്നത് നിക്കോട്ടിനാണ്. ഒരു ഈ ഇതുപോലുള്ള സാധനങ്ങളിലെ ഒരു ഏതാണ്ട് 200 കാർസിനോജൻസ് ഉണ്ടെന്ന് കാണാം. ഞാൻ എക്സാക്ട് നമ്പർ മറന്നുപോയി. ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് കാർസിനോജൻസ് ക്യാൻസർ ഉണ്ടാകാൻ 120. അപ്പം ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഇതിൻ്റെ രണ്ടിനും നല്ലോണമുണ്ട്. നമ്മൾ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്ന സാധനം അത് നിക്കോട്ടിനാണ്. നിക്കോട്ടിൻ ബീഡിയിലുണ്ട്, സിഗരറ്റിലുണ്ട്, പുകയിലാണ്. അല്ലേ? പുകയിലൊക്കെ അതാണ്. അതെ. പക്ഷെ ഈ പല പല ന്യായങ്ങൾ പറയുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുന്ന, ഇപ്പോൾ ഞാൻ ഇത്രയും കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയ പ്രീമിയം സിഗരറ്റുകളാണ് വലിക്കുന്നത്, അതുകൊണ്ട് എനിക്കത്ര പ്രശ്നമില്ല. പക്ഷേ ബീഡി വലിക്കുന്ന ആളെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തട്ടിപ്പോകും. ഇതിലൊരു സത്യമുണ്ടോ ഈ പറയുന്നതിൽ? നിക്കോട്ടിൻ ഇല്ലാത്ത സിഗരറ്റ് ആണെങ്കിൽ പക്ഷെ നിക്കോട്ടിൻ ഇല്ലാത്ത സിഗരറ്റ് എന്നുണ്ടോ? അല്ല, നേരത്തെ ഈ കമ്പനീസ് ആണ് ഇതെല്ലാം തീരുമാനിക്കാറുള്ളത്. ലൈറ്റ് സിഗരറ്റ്, ഹെവി സിഗരറ്റ് അങ്ങനെയുള്ള ഉണ്ട്. അത് യൂറോപ്യൻ കൺട്രീസിൽ പർട്ടിക്കുലർ ആയിട്ട് ഈ ലേഡീസിന് വേണ്ടിയിട്ട് ലൈറ്റ് സിഗരറ്റിന് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിൽ സ്മോക്ക് കുറവാണ്, കണ്ടന്റ് കുറവാണ്, അത് ഇതെന്ന് പറഞ്ഞത്. പക്ഷെ അങ്ങനെ ഒന്നില്ല. സയന്റിഫിക്കലായിട്ട് സാർ പറഞ്ഞതുപോലെ ഒരു സിഗരറ്റ് മതി. സിഗരറ്റിന് പറയാറുള്ളത് ഇറ്റ് കോസസ് ഡയറക്ട്ലി കറോണറി വാസോസ്പാസം. ഒരു സിഗരറ്റ് മതി. കറോണറി വാസോസ്പാസം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനുള്ള പ്രശ്നങ്ങളെല്ലാം വരും ഹാർട്ടിൽ. മനസ്സിലായി. ഇതിപ്പോ നമ്മളൊരു പ്രായം വരെ, ഇപ്പൊ നമ്മളൊരു 30 വയസ്സ് വരെയൊക്കെയുള്ള നമ്മളുടെ ആ ഒരു വളരെ യൂത്ത്ഫുൾ ടൈമില് കുറച്ചധികം സിഗരറ്റുകളൊക്കെ വലിച്ചിരുന്നു. അതിനുശേഷം നമ്മൾ തന്നെ ഇത് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാർട്ട് ഡിസീസുകൾ വരാനുള്ള ചാൻസസും അതിനനുസരിച്ച് കുറയോ, അതോ ഇത്രയും കാലം വലിച്ചതിൻ്റെയൊക്കെ പ്രശ്നം നമ്മുടെ ശരീരത്തിൽ തന്നെ കിടക്കൂ? അത് ദറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ആൻസർ ബിക്കോസ് സയന്റിഫിക് സ്റ്റഡീസ് അങ്ങനെ ആരും ഇതുവരെ ഒന്നും കറക്റ്റായിട്ട് ചെയ്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ പൊതുവേ എന്താണെന്ന് വെച്ചാൽ യു ഹാവ് ടു അവോയ്ഡ് സ്മോക്കിംഗ്. ഏർലിയർ ഏജ് ആകട്ടെ ഇല്ല ലേറ്റ് ഏജ് ആകട്ടെ, എപ്പോഴെങ്കിലും അത് തുടങ്ങാൻ പാടില്ല. അത്രയും
പുക വലിച്ചുകൊണ്ടിരുന്ന ആൾ ആ പുകവലി നിർത്തി. ആ 5 വർഷം കഴിഞ്ഞാൽ ആ പുക വലിക്കാത്ത ആളുടെ റിസ്കിലേക്ക് എത്തി. ഓ അത് ശരി. ഓ അങ്ങനെയാണല്ലേ. അപ്പോൾ അത് നല്ല കാര്യം, കുറച്ച് ആൾക്കാർക്കെങ്കിലും ഒരു എൻകറേജ്മെന്റ് ആയിക്കോട്ടെ. 5 വർഷം. അതെ. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹാർട്ട് ഇഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ സർജറി ഒന്നും ചെയ്യാതെ ഇങ്ങനെ ബൈപ്പാസ് ഇങ്ങനെയൊക്കെയുള്ള പേടിപ്പെടുത്തുന്ന വാക്കുകളിലേക്കൊന്നും പോകാതെ എങ്ങനെയെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ മാനേജ് ചെയ്യാം എന്നുള്ളൊരു ആഗ്രഹവും ഒരു മനസ്സമാധാനവും ഒക്കെ ആയിരിക്കുമല്ലോ എല്ലാവർക്കും ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോഴാണ് ഞാൻ കേൾക്കുന്നത് ഇങ്ങനെ ഒരു ലേസർ ടെക്നോളജി എന്ന് പറയുന്ന ഒരു പുതിയ ടെക്നോളജി വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇത് സത്യത്തിൽ ഈ സർജറിക്ക് പകരമുള്ള ഒരു മോഡാണോ? സർജറിക്ക് പകരമുള്ള ട്രീറ്റ്മെൻറ്റേ അല്ല. അല്ല. അല്ല, ഇത് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന പ്രൊസീജിയർ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു കണ്ടുപിടുത്തമാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ ആൻജിയോപ്ലാസ്റ്റിയിൽ ചിലപ്പം ഒത്തിരി കാൽസ്യം കണ്ടന്റുള്ള ബ്ലോക്കുകളാണെങ്കിൽ അതിനകത്ത് വയറ് കടന്നു പോകാൻ ബുദ്ധിമുട്ട്, ബലൂൺ വെച്ച് ആ ബ്ലോക്ക് വീർപ്പിച്ച് കൊടുക്കാൻ ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാറുണ്ട്. പിന്നെ പണ്ട് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് 5-6 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ചിലർക്ക് ഈ സ്റ്റെൻറ്റിൻ്റെ അകത്ത് ഡിഫ്യൂസ് ഇൻസ്റ്റൻറ്റ് റീസ്റ്റോസ് എന്ന് പറയും. ഒരു ഭാഗത്തല്ലാതെ, പർട്ടിക്കുലർ ഭാഗത്തല്ലാതെ സ്റ്റെൻറ്റിൻ്റെ അകത്ത് ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു ടിഷ്യൂ വളർന്നു വന്നിട്ട് ന്യൂ ഇൻറ്റിമൽ ഹൈപ്പർപ്ലേസിയ എന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് പിന്നെയും ബ്ലോക്ക് പോലെ ഉണ്ടാകുന്ന അവസ്ഥയുണ്ട്. പണ്ടൊക്കെ അതിൽ സ്ട്രെയിറ്റ് വേ നമ്മൾ ബൈപ്പാസ് ആയിരിക്കും ബെറ്റർ എന്ന് പറയും. ഇപ്പം ലേസർ വന്നപ്പം ഡിഫ്യൂസ് ഇൻറ്റിമൽ ഹൈപ്പർപ്ലേസിയ ഉള്ള സിറ്റുവേഷനിൽ നമുക്ക് വയറ് പാസ് ചെയ്തിട്ട് ഒരു ലേസർ റൺ കൊടുത്താൽ ആ ടിഷ്യൂ അൾട്രാവയലറ്റ് റേസ് ചെന്നിട്ട് ആ ടിഷ്യൂ വേപ്പറൈസ് ആയി പോവാണ്. ആ എക്സസ് ടിഷ്യൂ വേപ്പറൈസ് ആയി പോകുന്നുണ്ട്. ദെൻ അത് ബലൂൺ ഡയലേറ്റ്, ഒരു ഡ്രഗ് കോട്ടഡ് ബലൂൺ ഡയലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു സ്റ്റെൻറ്റ് വയ്ക്കുകയോ ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. പിന്നെ അപ്പം സർജറിക്ക് പകരമാണോ? അത് ഞാൻ സർജറി ചെയ്യേണ്ട ആവശ്യം, സർജറിക്ക് പകരമല്ല, സർജറി അവോയ്ഡ് ചെയ്യാൻ പറ്റും ഈ സിറ്റുവേഷനിൽ. മനസ്സിലായില്ലേ? സോ ദാറ്റ് കേസ് ക്യാൻ ഗോ ഓൺ വിത്തൗട്ട് എ സർജറി. അപ്പോൾ ആ സർജറി അവിടെ അങ്ങനെ സിറ്റുവേഷനിൽ സർജറി അവോയ്ഡ് ആവുന്നുണ്ട്. അതുപോലെ ചില കാൽഷ്യം, ഇപ്പം ബലൂൺ വെച്ച് ഡയലേറ്റ് ആവാത്ത കാൽഷ്യം, അതിൽ സംടൈംസ് ഈ ലേസർ അടിച്ചു കഴിഞ്ഞാൽ ആ കാൽഷ്യം കുറച്ച് ക്രാക്ക് ആവുകയും അതിൽ കൂടെ നമ്മൾ സ്റ്റെൻഡ് ചെയ്ത് സർജറി ഒഴിവാക്കാൻ പെടാൻ സാധ്യതയുണ്ട്. അത് രണ്ടാമത്തെ സിറ്റുവേഷനാണ്. അപ്പോൾ ലോങ് ലീഷൻസ് ഒന്ന്. പിന്നെ അക്യൂട്ട് ഹാർട്ട് അറ്റാക്ക് സിറ്റുവേഷനിൽ ചിലപ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് റൈറ്റ് സൈഡ് കൊറോണറി ആർട്ടറി, റൈറ്റ് കൊറോണറി ആർട്ടറി എന്ന് പറയും. അത് ഒത്തിരി ഇങ്ങനെ എക്ടേസിയ പിടിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ ഒത്തിരി വീർത്ത് ഉള്ള ആർട്ടറി ആയിരിക്കും. അപ്പോൾ അതിൽ ഫ്ലോ സ്ലോ ആയിട്ട് കാര്യമായ ബ്ലോക്ക് ഇല്ലാതെ തന്നെ നിറച്ച് ക്ലോട്ട് കയറിയിരിക്കുന്ന ഒരു സാഹചര്യം കാണും. അടഞ്ഞിരിക്കുമ്പോൾ നിറച്ച് ക്ലോട്ടായിരിക്കും. അത് നമ്മൾ വയറിട്ട് സാധാരണ പണ്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഒരു വയറ് കടത്തി വിട്ടിട്ട് അതും കൂടെ ഈ ത്രോംബസ് വലിച്ചെടുക്കുന്ന ത്രോംബസ് ആസ്പിറേഷൻ കത്തിട്ടിരുന്ന ഒരു സാധനമുണ്ട്. അത് വെച്ച് ആ ക്ലോട്ട് വലിച്ചു കളയുന്ന ഒരു പരിപാടി ചെയ്യുമായിരുന്നു. സംടൈംസ് ഈ ഒത്തിരി ക്ലോട്ട് അവിടെ ഉള്ളപ്പം ഈ ഇതെടുത്ത് വലിച്ചാലും അതിൻ്റെ ഒരു ഫുൾ ആയിട്ടുള്ള ബെനിഫിറ്റ് കാണാറില്ല. ദിസ് ഈസ് അനദർ സിറ്റുവേഷൻ വെർ ലേസർ ഈസ് എഫക്റ്റീവ്. അതിൽ ലേസർ അടിച്ചു കഴിഞ്ഞാൽ ആ ക്ലോട്ട് വേപ്പറൈസ് ആയി പോകും. അപ്പോൾ ക്ലോട്ട് അവിടെ നിന്ന് പോകുമ്പോൾ നോർമൽ ഫ്ലോ എസ്റ്റാബ്ലിഷ് ചെയ്യും. ദിസ് ഇസ് എ സിറ്റുവേഷൻ വേർ കാര്യമായ ബ്ലോക്ക് ഇല്ല, നിറച്ച് ക്ലോട്ടാണ്. ഹിയർ ലേസർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെൻഡിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല, നോർമൽ ഫ്ലോ ആയി കഴിഞ്ഞാൽ. സോ ദീസ് ആർ സം സെലക്ടഡ് സിറ്റുവേഷൻസ് വേർ ലേസർ ഇസ് വെരി എഫക്റ്റീവ്. ലേസർ ഉണ്ട് അല്ലേ? അത് ഇപ്പം നമ്മൾ ആ ഫെസിലിറ്റി അക്വയർ ചെയ്തിട്ടുണ്ട്. ഈ പല കുട്ടികളും ജനിച്ച് വീഴുമ്പോൾ തന്നെ ഈ അവരുടെ വീട്ടുകാർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് കുട്ടിയുടെ ഹൃദയത്തിന്റെ വാൽവിന് തകരാറ് എന്നൊക്കെ. അപ്പൊ നമുക്കിത് കുട്ടി വയറിലിരിക്കുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങളൊന്നും അറിയാൻ പറ്റില്ലേ ഡോക്ടറെ? അറിയാൻ പറ്റും. അപ്പൊ അപ്പോഴേ നമുക്ക് അതിനൊരു പരിഹാരം കണ്ടെത്താൻ പറ്റില്ലേ? ഫീറ്റൽ എക്കോയിൽ പലതരം വാൽനസും കണ്ടുപിടിക്കാൻ നോക്കും. പക്ഷെ പലതും ഈ ജനിച്ചു കഴിഞ്ഞ ശേഷം സെൽഫ് ലിമിറ്റിക് ആയിരിക്കും. പ്രോഗ്രസ് ചെയ്യാത്ത കുറെ സിറ്റുവേഷൻസ് ഉണ്ട്. അതൊന്നും ചെയ്യേണ്ടി വരത്തില്ല. അഡ്വാൻസ്ഡ് സെന്റേഴ്സിൽ ഇൻയൂട്രോ തന്നെ വാൽവ് സർജറി ചെയ്യാൻ നോക്കും. ഈയിടയ്ക്ക് തന്നെ കുറെ റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നല്ലോ. ഓൾമോസ്റ്റ് ഒരു 32 വീക്സിലൊക്കെ അയോട്ടിക് വാൽവ് നല്ലോണം ചുരുങ്ങിയാൽ കുട്ടി സർവൈവ് ചെയ്യത്തില്ല വെളിയിറങ്ങി കഴിഞ്ഞാൽ, ഡെലിവറി ആയി കഴിഞ്ഞാൽ. കാര്യം അയോട്ടിക് വാൽവിറ്റിയാണ് ഹാർട്ടിൽ നിന്ന് ബ്ലഡ് വെളി വരുന്നത്. അത് ഇൻയൂട്രോ തന്നെ ഈ അംബലിക്കൽ വെയിൻ വഴി അയോട്ടിക് വാൽവ് പ്ലാസ്റ്റി ചെയ്ത് ഇതുണ്ട്. അല്ല, അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹൃദയത്തിന്റെ വാൽവിന് തകരാറ് ഉണ്ടാകുന്നത്? അമ്മയ്ക്ക് എന്തെങ്കിലും കൃത്യമായ പോഷകം കിട്ടാത്തതുകൊണ്ടാണോ? അമ്മയിലൂടെ കുട്ടിക്ക് കിട്ടാ ഇങ്ങനെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? മോർ ജനറ്റിക് ആണ്.
ജനറ്റിക്കാണ്. അല്ലെ അങ്ങനെ ഒരു ഹെറിറ്ററി എന്ന് പറയാൻ ഹെറിറ്ററി ഉണ്ട്, ഹെറിറ്ററിയേക്കാളും കൂടുതൽ ജനറ്റിക് തന്നെയാണ്. അത് അമ്മയുടെ കുഴപ്പം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ജന്മന എംബ്രിയോളജിക്കലി ഡെവലപ്മെന്റ് സമയത്ത് വരുന്ന സിറ്റുവേഷൻ കാരണം വരുന്നതാണ്. അപ്പൊ ഈ ഹൃദയത്തിന്റെ വാൽവിന് തകരാറായിട്ട് ഉണ്ടാകുന്ന കുട്ടികളെ ഒരു 85% അല്ലെങ്കിൽ 90% നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുന്നതാണോ? അത് ഡിപ്പെൻസ്. ഇതേമാതിരി ഈസിലി ട്രീറ്റബിൾ ആയ ഒരു സിമ്പിൾ വാൽവ് മാത്രം ചുരുങ്ങിയിരിക്കുവാണെങ്കിൽ ഈസി ആയിട്ട് രക്ഷപ്പെടുത്താൻ പറ്റും. പക്ഷേ കോംപ്ലിക്കേറ്റഡ് ഈ അശുദ്ധരക്തം ശുദ്ധരക്തം മിക്സ് ചെയ്യുന്ന കോംപ്ലിക്കേറ്റഡ് സാധനങ്ങൾ ഒരു 100% ബുദ്ധിമുട്ടായിരിക്കും. ഒരു പാലിയേറ്റീവ് ട്രീറ്റ്മെൻറ്റ് വെക്കും, ഇപ്പോൾ ടെട്രോളജി അല്ലെങ്കിൽ TCPs അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട്. അത് ഒരു വിധം പാലിയേറ്റീവ് കംപ്ലീറ്റ് ക്യൂർ ചെയ്യുന്നത് 100% ഒക്കില്ലായിരിക്കും. എന്നാലും പണ്ടത്തെക്കാളും സർവൈവൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ അങ്ങനെയുള്ള കേസിൽ. അത് ഇമ്മീഡിയറ്റ് തന്നെ ചിലപ്പോൾ സർജറി ചെയ്യേണ്ടി വരാം. ഡെലിവറി കഴിഞ്ഞ ഉടനെ ചിലപ്പോൾ TG എന്ന് പറയുന്ന കേസുകളൊക്കെ ഉണ്ട്. അത് ഇമ്മീഡിയറ്റ് തന്നെ ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ തന്നെ ചെയ്യേണ്ടി വരും. ആഫ്റ്റർ ഡെലിവറി നമുക്ക് നല്ല സർവൈവൽ കിട്ടും. ഇങ്ങോട്ട് വന്ന ഈ കാർഡിയോ എക്സസൈസുകൾ എന്ന് പറയുന്നത് ഒരു ജിമ്മിലേക്ക് പോകുന്ന ആൾക്കാരുടെയൊക്കെ ഒരു ഫേവറേറ്റ് പാർട്ടാണ്. അപ്പോൾ പക്ഷേ ഒരു സൈഡിൽ നമ്മൾ കാർഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് വേണ്ടി ഭയങ്കരമായി എക്സസൈസ് ചെയ്യുമ്പോൾ മറു സൈഡിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നു എന്നുള്ളതാണ്. ഇത് എന്തുകൊണ്ടാണ് ഇത് രണ്ടും സംഭവിക്കുന്നത്? നമ്മൾ ഇത്രയും ഇതിന് വേണ്ടിയിട്ടൊക്കെ എക്സസൈസ് ചെയ്യുമ്പോഴും ഇങ്ങനെ മരണം സംഭവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? നമ്മൾ സാധാരണ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടി സാധാരണ അഡ്വൈസ് ചെയ്യുന്നത് 30 minutes ഓഫ് ബ്രിസ്ക് വാക്കിംഗ്. അതാണ് സാധാരണ അഡ്വൈസ് ചെയ്യുന്ന ഒരു എക്സർസൈസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഡയബറ്റിക് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ 60 minutes ഓഫ് എക്സർസൈസ് അറ്റ്ലീസ്റ്റ് 5 days in a week. ഇതാണ് സാധാരണ റുട്ടീനായിട്ട്. അതിന് മുകളിൽ നമ്മൾ ചെയ്യുന്ന എക്സർസൈസ് സാധാരണ എനിക്ക് ഹാർട്ടിന് അങ്ങനെ ബെനിഫിറ്റോ അങ്ങനെ ഒന്നും ഇല്ല. നമ്മൾ എത്ര ചെയ്താലും ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. അത് കൂടുതൽ ചെയ്തെന്ന് വിചാരിച്ചാൽ നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ് കിട്ടാനില്ല. ചില നമ്മൾ ഒരു 2 kilometer നടക്കണം എന്ന് പറഞ്ഞ് വിടുന്ന പേഷ്യൻറ്റ് ചിലപ്പോൾ ഞാൻ 6 kilometer നടന്നു. അവർ എക്സസൈസ് ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഹാർട്ടിന് ബെനിഫിറ്റ് ഇല്ല. പക്ഷേ അണ്ടർലൈൻ കാർഡിയാക് പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. ചിലപ്പോൾ ചില പേഷ്യൻസിന് പലർക്കും അറിയാൻ വയ്യ. അവർ ഈ സാധാരണ എക്സർസൈസ് പ്രോഗ്രാം ചെയ്യുന്നതിന് മുമ്പായിട്ട് പേഷ്യൻസ് ഒരു കാർഡിയോളജി അല്ലെങ്കിൽ ഒരു ഫിസിഷ്യൻ്റെ ഒരു ചെക്കപ്പ് ചെയ്ത് നോക്കിയിട്ട് അവർക്ക് ബേസ് ലൈനായിട്ട് കാർഡിയാക് പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം ഹെവി എക്സർസൈസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ. പല ഹാർട്ട് പ്രോബ്ലംസും നമ്മൾ ഒരു പ്രിപ്പറേഷനും ഇല്ലാതെ ഉള്ള ഇതുപോലുള്ള ഹെവി ആയിട്ടുള്ള എക്സർസൈസ് ചെയ്യാനുള്ള ഇതുകൊണ്ട് ചിലപ്പോൾ അപകടത്തിൽ ചെന്ന് കാണും. നമ്മൾ ഈ ജിമ്മിലൊക്കെ ചെല്ലുമ്പോൾ എല്ലാ ട്രെയിനേഴ്സും ഈ പ്രോട്ടീൻ പൗഡർ ഒക്കെ കൊടുക്കുന്ന കാണാറുണ്ട്. അപ്പൊ അതിന്റെ അളവ് കൂടുന്നതോ അല്ലെങ്കിൽ അത് ഈ ഹാർട്ടിനെ എന്തെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? സാധാരണ ഫുഡൊന്നും അത്രയ്ക്ക് നമ്മൾ സാധാരണ പ്രോട്ടീൻ്റെ അളവ് കൂടുന്നവർക്കൊന്നും പ്രശ്നങ്ങളൊന്നും വരില്ല. പിന്നെ ലോങ് ടൈമിൽ ഹൈ കൊളസ്ട്രോൾ ഡയറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോളിനായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് വരാം. പിന്നെ ചില ഡെവലപ്മെൻ്റ് ആയിട്ട് ചില പ്രത്യേക രോഗങ്ങളുണ്ട്. ഹൈപ്പർട്രോഫിക് കാർഡിയോമയോപ്പതി എന്നൊക്കെ പറഞ്ഞ ചില പ്രത്യേക ഇതുണ്ട്. അത് ചിലപ്പം ഇതിനകത്ത് ഇങ്ങനെയുള്ള ഇതൊക്കെ ഹെവി ആയിട്ട് എക്സസൈസ് ചെയ്താൽ ചിലപ്പോൾ പെട്ടെന്ന് പേഷ്യൻ്റ് ചിലപ്പോൾ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകും. സാധാരണ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒരു മിനിമം ഒരു ചെക്കപ്പ് ചെയ്ത് നോക്കിയിട്ട് ചെയ്യുന്നതാണെങ്കിൽ കുറേയൊക്കെ ഇത് തടയാൻ പറ്റും. പക്ഷേ എങ്കിൽ പോലും നമുക്ക് എപ്പോഴും ഇത് സാധിച്ചെന്നിരിക്കുകയില്ല. കറക്റ്റ്. ഈ ഹാർട്ടിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാർ എന്തൊക്കെ ആയിരിക്കും പറയുക? ഇല്ല, അങ്ങനെ സാധാരണ ഫുഡ് നമ്മൾ എടുക്കാറുള്ളത് പോലെ നമ്മൾ കളിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇതും എക്സസൈസ് കൂടാറുള്ള സമയത്തിന് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഇറ്റ് വിൽ ബിക്കം പായ്സൺ. എക്സസീവായിട്ട് ഏതെടുത്തെങ്കിലും അത് പായ്സൺ പോലെയാണ്. അത് ശരിയാണ്. അപ്പോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാറുള്ളത് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്ലസ് അത്യാവശ്യത്തിന് നോൺ വെജിറ്റേറിയൻ ഫുഡ്. പിന്നെ സാർ പറഞ്ഞതുപോലെ ആൽക്കഹോൾ ഇൻ മോഡറേറ്റ് ക്വാണ്ടിറ്റി, ഇതെല്ലാം അലൗഡാണ്. ഇത് ഹെൽത്തി ആയിട്ട് നമുക്ക് പോയിക്കൊണ്ടിരിക്കാൻ പറ്റും. സ്പെസിഫിക് ആയിട്ട് ഇത് കളിച്ചാൽ ഹാർട്ടിക്ക് നല്ലതാണ് അങ്ങനെ നമുക്ക് കറക്റ്റാണ് ഒരു ഗൈഡ് ലൈൻസ് ഒന്നുമില്ല. ആണ്. ഇപ്പൊ ഞാൻ ഡോക്ടറെ കാണാൻ വന്നത് എൻ്റെ അമ്മയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. അമ്മയ്ക്ക് ഇങ്ങനെ ഭയങ്കരമായ ഹാർട്ട് ബീറ്റ് ആയിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ചില ആൾക്കാർക്കെങ്കിലും ഇങ്ങനെ ഭയങ്കരമായ ഹാർട്ട് ബീറ്റ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടായിരിക്കും? അല്പം സ്ട്രെസ്ഡ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഇരിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് ഹാർട്ട് ബീറ്റ് കൂടുതലായിരിക്കും ജനറലി. ഹാർട്ട് ബീറ്റ് കൂടുതലാക്കുന്ന അസുഖങ്ങളുണ്ട്. തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുതലുള്ളവർക്കാണ് ഏറ്റവും കോമൺ ആയിട്ട് ഹാർട്ട് ബീറ്റ് കൂടുന്ന ഒരു പത്തോളജിക്കൽ കണ്ടീഷൻ, ഫിസിയോളജിക്കലല്ല. പിന്നെ വേറെ പല സംഗതികളുണ്ട്. സൂപ്രാവെൻട്രിക്കുലർ ടൈക്കാർഡിയ എന്നൊക്കെ പറഞ്ഞ അസുഖങ്ങളുണ്ട്. ഈട്രൽ ഫിബ്രിലേഷൻ, സൂപ്രാവെൻട്രിക്കുലർ ടൈക്കാർഡിയ, ഒത്തിരി ടൈപ്സ് ഓഫ് അരിത്മിയാസ് ഉണ്ട്. വെൻട്രിക്കുലർ ടൈക്കാർഡിയ, ഫ്രീക്വൻറ്റ് വെൻട്രിക്കുലർ പ്രിമച്വർ കോംപ്ലക്സസ്, ഈട്രൽ പ്രിമച്വർ കോംപ്ലക്സ്, ഇങ്ങനെ കുറേ ഇടിപ്പിന് മാറ്റം വരുത്തുന്ന സംഗതികളുണ്ട്. ഇത് വല്ലതും ഉണ്ടോ ഇല്ലയോ എന്ന് റൂൾ ഔട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ജോലി. അത് പത്തോളജിക്കലാണ്. അതാവുമ്പോൾ ട്രീറ്റ്മെന്റ് വ്യത്യാസമുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു എന്താ പറയുക എക്സ്പീരിയൻസിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി ഡീൽ ചെയ്ത ഒരു കേസ് ഏതായിരിക്കും? അതായത് നമുക്ക് തന്നെ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടായി, അതിനുശേഷം കണ്ടുപിടിച്ചത് നമ്മൾ ക്യൂർ ചെയ്തിട്ടുള്ള ഒരു കേസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമോ?
കോംപ്ലിക്കേറ്റഡ് കേസുകൾ എന്ന് പറഞ്ഞാൽ അയോട്ടിക് ഡിസെക്ഷൻ ഇസ് എ വെരി കോംപ്ലിക്കേറ്റഡ് സാധനം. അങ്ങനെയൊക്കെയുള്ള അല്ല അതെന്തായിരിക്കും ഈ അയോട്ട പൊട്ടുന്നു, മഹാധമനി പൊട്ടി, അതിൽ വിള്ളലുണ്ടായിട്ട് കീറി ബ്ലഡ് ഇതിന്റെ രക്തക്കുഴലിന്റെ അകത്തോടെ പോകുന്നതിന് പകരം രക്തക്കുഴലിന്റെ അകത്തോടെയും പോവും, കുറച്ച് അതിന്റെ ഭിത്തി കൂടെ കയറി ഇങ്ങനെ പോകും. ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉള്ളതുകൊണ്ട് ഈ സാധനം ഇങ്ങനെ കംപ്ലീറ്റ് ടിയർ ചെയ്ത് താഴെ വരെ അങ്ങ് ടിയർ ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങനെ കീറും. അതൊക്കെയാണ് വളരെ കോംപ്ലിക്കേറ്റഡ് കേസ് എന്ന് പറയുന്നത്. ഡിസെക്ഷൻ ശരിക്കും പറഞ്ഞാൽ അയോട്ട പൊട്ട് അതൊക്കെ അതിന് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. എന്നാലും മോർട്ടാലിറ്റി കൂടുതലാണ്, മരിക്കാനുള്ള സാധ്യത നല്ലോണമുണ്ട്, ഹൈ റിസ്ക് കേസാണ്. ഇതൊക്കെ കോംപ്ലക്സ് യൂഷ്വലി പ്രഷറുള്ളവർക്കാണ്, യൂഷ്വലി പ്രഷർ കൺട്രോൾ ഇല്ലാത്തവർക്കാണ് യൂഷ്വലി അത് സംഭവിക്കുന്നത്. യൂഷ്വലി മനസ്സിലായി. ഡോക്ടറുടെ ഒരു അഭിപ്രായത്തില് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാം? ഇപ്പോൾ ഞാൻ നേരത്തെ റിസ്ക് ഫാക്ടേഴ്സിന് കാര്യം പറഞ്ഞല്ലോ, അതായത് കൊളസ്ട്രോള്, ഷുഗർ, BP, പിന്നെ ഫിസിക്കൽ ഇനാക്ടിവിറ്റി, ഒബീസിറ്റി, ഇങ്ങനെ ജനറ്റിക് ഫാക്ടേഴ്സ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല അല്ലേ? ഇപ്പോൾ പാരമ്പര്യം അത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന സംഗതിയാണ് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. അപ്പോൾ കൊളസ്ട്രോളിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പറയുന്നത് ഫാമിലിയിൽ ആയിട്ട് ഇപ്പോൾ പാരമ്പര്യമായിട്ട് ഹാർട്ടിൻ്റെ അസുഖം അറ്റാക്ക് ഉണ്ടാകുന്ന ഫാമിലീസ് ഒക്കെ ആണെങ്കിൽ ഒരു 5 വയസ്സ് തൊട്ട് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം. ഓ ശരി, 5 വയസ്സ് മുതലോ? ചെറിയ പ്രായം തൊട്ട് കൊളസ്ട്രോൾ നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം നമുക്കിപ്പോൾ 10 വർഷമോ 15 വർഷമോ കഴിഞ്ഞിട്ട് കൊളസ്ട്രോൾ കൊണ്ട് അറ്റാക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അറ്റാക്ക് അതിൻ്റെ അസുഖം ഉണ്ടാകുന്ന സമയത്തല്ല നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ കുറേ പ്രായമായി ഇൻഷുറൻസ് ഒക്കെ എടുത്തുന്ന ചെക്ക് ചെയ്ത് നോക്കിയേക്കാം, അങ്ങനെ സമയത്തല്ല ചെക്ക് ചെയ്യേണ്ടത്. ഫാമിലിയിൽ അങ്ങനെ ഉള്ള പ്രശ്നമുള്ള ആളാണെങ്കിൽ ഒരു ഫാമിലി ഒരാൾക്ക് ഹാർട്ടിൻ്റെ അസുഖം വന്ന് അവരുടെ റിലേറ്റീവ്സും അല്ലെങ്കിൽ ചെറിയ പ്രായം കുറഞ്ഞ ആൾക്കാർക്കാണെങ്കിലും ചിലപ്പോൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യണം. കാരണം ഫാമിലിയൽ ഹൈപ്പർ കൊളസ്ട്രോളിക് എന്ന പ്രശ്നമാണ്. ചെറിയ പ്രായം തൊട്ടേ നമ്മൾ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്ത് പോകുക എന്നുള്ളതാണ് കൊളസ്ട്രോളിൻ്റെ കാര്യം. പിന്നെ കൊളസ്ട്രോളിൻ്റെ ലെവൽ LDL കൊളസ്ട്രോൾ ആണ് ഹാർട്ടിന് ഏറ്റവും റിസ്ക് വരുന്നത്. എല്ലാവർക്കും വിചാരിക്കുന്നത് ട്രൈഗ്ലിസറൈഡ് ആണല്ലോ. ട്രൈഗ്ലിസറൈഡ് നമ്മൾ ഹാർട്ടിന് അങ്ങനെ അത്രയ്ക്ക് വലിയ റിസ്ക് ഫാക്ടർ അല്ല. അത് കൂടുതലും പാൻക്രിയാറ്റൈറ്റിസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഉണ്ടാകുക, അല്ലെങ്കിൽ വളരെ ഹൈ ഇതിലൊക്കെ പോകണം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അധികം ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. LDL കൊളസ്ട്രോൾ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടാവരുതെങ്കിൽ ബിലോ 70, 50 to 70 ആ റേഞ്ചിൽ നിൽക്കണം. ഇപ്പോൾ പറയുന്ന കൊളസ്ട്രോൾ ലെവൽ നമുക്ക് അതിനൊക്കെ വളരെ താഴ്ന്നു പോയി ഒരു 40, 30 ആയി പോയാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. എന്നാലും ഐഡിയലായിട്ട് 50 to 70 മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ കൊളസ്ട്രോളിൽ നിന്ന് നമുക്ക് തടയാൻ പറ്റും. അത് ഒരു കാര്യം. ഷുഗറിൻ്റെ കാര്യം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, ഷുഗർ നല്ലതുപോലെ കൺട്രോൾ ചെയ്ത് പോവുക. ഡയറ്റ് കൺട്രോള്, ഫിസിക്കൽ എക്സർസൈസ്, മെഡിസിൻസ്. എല്ലാവരും പറയും എനിക്ക് മെഡിസിൻ കഴിക്കാം, ഇൻസുലിൻ എടുക്കാം, പക്ഷേ ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾ 1 മണിക്കൂറെങ്കിലും അല്ലെങ്കിൽ 45 മിനിറ്റ്സെങ്കിലും ഡെയിലി ബ്രിസ്ക് വാക്കിംഗ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പലർക്കും സമയമില്ല. അതാണ് പ്രശ്നം. ഫിസിക്കൽ ആക്ടിവിറ്റിയും ഡയറ്റുമാണ് ഡയബറ്റീസ് കൺട്രോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പോയിന്റ്സ്. അതിന് മുകളിലാണ് മെഡിസിൻ വരുന്നത്. ഡയറ്റ് കൺട്രോളും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് കൺട്രോളും ഫിസിക്കൽ ആക്ടിവിറ്റിയും വേണം, മനസ്സിലായല്ലോ. അതുപോലെ ബ്ലഡ് പ്രഷർ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെക്ക് ചെയ്ത് അത് കൺട്രോൾ ചെയ്ത് പോകും. സർ, നമ്മൾ ഈ ഹാർട്ടിനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കണമെന്നാണ് പൊതുവെ ഉള്ളൊരു ധാരണ. അത് സത്യമാണോ? ഇല്ല, അത് അത്രയ്ക്ക് ജീവിതകാലം വരെ മരുന്നുകൾ കഴിക്കണം എല്ലാ കണ്ടീഷനൊക്കെ അങ്ങനെ ഒന്നില്ല. ചില കണ്ടീഷൻസ് മാത്രമേ മരുന്നുകൾ തുടർച്ചയായിട്ട് കഴിക്കേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ഒരു രക്തക്കുഴായിൽ ഏതായാലും ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പേഷ്യൻറ്റ് വരുന്നുണ്ട്. ആ പേഷ്യൻറ്റുക്ക് ഒരു ചെറിയ ലീഷനേ ഉണ്ട്, അതിന് സ്റ്റെൻറ്റ് എൻജിയോപ്ലാസ്റ്റിക് ആണെങ്കിൽ സ്റ്റെൻറ്റ് വെച്ചെങ്കിൽ പിന്നെ സയൻറ്റിഫിക് സ്റ്റഡി എന്ത് പറയുന്നുണ്ടെന്ന് ചോദിച്ചാൽ ആ പേഷ്യൻറ്റുക്ക് രക്തം പിന്നെയും ക്ലാട്ടാകാതെ ഉള്ള മെഡിസിൻസ് ഒരു മാക്സിമം ഒരു 1 ഇയർ കൊടുത്തിട്ട് പിന്നെ നിർത്തിനാൽ മതി എന്നാണ് ഗൈഡ് ലൈൻസ് പറയുന്നുണ്ട്. പക്ഷേ ആ പേഷ്യൻറ്റിനെ അല്ലാതെ ഇപ്പോൾ മൾട്ടിപ്പിൾ വെസൽസിൽ, അതായത് ഒരു രക്തക്കുഴായി അല്ലാതെ പല രക്തക്കുഴായിലും ഡിസീസസ് ഉണ്ട്. അപ്പോൾ എൻജിയോപ്ലാസ്റ്റിക് ഒരു 2-3 വെസൽസ് വെച്ച് നേരത്തെ തന്നെ അസുഖങ്ങളുണ്ട്, ഇപ്പോഴും പ്ലാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പേഷ്യൻറ്റുകൾ ചിലപ്പം ജീവിതകാലം വരെ മരുന്നുകൾ കഴിക്കേണ്ടി വരും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എൻജിയോപ്ലാസ്റ്റി ചെയ്യാറുള്ളത് നേരത്തെ ഉണ്ടാകുന്ന ഡിസീസ് നമുക്ക് റിവേർട്ട് ചെയ്യാൻ പറ്റില്ല, അത് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കഴിച്ച് തന്നെ തീരണം, കഴിക്കേണ്ടി വരും. അതെ. ഇനി വളരെ മധുസാറിനോട് കൂടെ വളരെ റെയറായിട്ട് ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് ഹാർട്ടിന് ക്യാൻസർ വരുന്നു എന്നുള്ളത്. ഇങ്ങനെ ഒരു സംഭവം എന്താണ് സത്യത്തിൽ ഈ ഹാർട്ടിന് ക്യാൻസർ വരാന്ന് പറഞ്ഞാൽ സാറേ? ഹാർട്ടിന് ബേസിക്കലി 3 ലെയർ ഉണ്ട്. യു ഹാവ് എൻഡോകാർഡിയം, മയോകാർഡിയം, പെരിക്കാർഡിയം. ഔട്ടർ കവറിങ് മസില്, അകത്തൊരു എൻഡോകാർഡിയം. ഇതിൽ കൂടുതലായിട്ടും ക്യാൻസർ വരാൻ സാധ്യതയുള്ള പെരിക്കാർഡിയം എന്ന് പറഞ്ഞാൽ ഔട്ടർ കവറിങ്ങിലാണ്. അതിൽ റയറായിട്ടാണ്, നോട്ട് കോമൺ.
ക്യാൻ ഹാപ്പൻ. പിന്നെ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരാനുള്ള ഒരു അത് ക്യാൻസർ? പ്രൈമറി മീസോത്തീലിയമോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരാം. പറഞ്ഞാൽ ഈ അത്തരം ടിഷ്യൂസിന് വരുന്ന ക്യാൻസേഴ്സ് അല്ലാതെ നമ്മുടെ എന്തെങ്കിലും ജീവിത രീതി കൊണ്ടല്ല. ഇല്ല, അങ്ങനത്തെ അല്ല. ഇറ്റ്സ് റയർ ആണ്. മ്യൂട്ടേഷൻസ് ഒക്കെയാണ് അതിൻ്റെ റീസൺ എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ഹാർട്ടിൻ്റെ മസിലിൽ റാബ്ഡോമയോസാർക്കോമ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് വരാം. ഞാൻ വളരെ റയറായിട്ട് കേസുകൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുമോ? യൂഷ്വലി എന്തെങ്കിലും സിംറ്റംസ് വരുമ്പോഴുള്ള ആളുകൾ ഡോക്ടറെ സമീപിക്കുന്നത്. സിംറ്റംസ് വരുമ്പോഴത്തേക്കും യൂഷ്വലി കുറച്ചൊരു അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് ആയിട്ടുണ്ടാവണം. പക്ഷെ നമുക്കിത് കണ്ടുപിടിക്കാന്ന് പറയുന്നത് കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ പണിയാണ്. അതൊരു ഫസ്റ്റ് സ്റ്റേജിലൊക്കെ കണ്ടുപിടിച്ച് ഫസ്റ്റ് സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ യൂഷ്വലി ബുദ്ധിമുട്ടാണ്. അത് സിംറ്റംസ് വന്നാലല്ലാതെ ആളുകൾ ഡോക്ടറെ സമീപിക്കില്ല. ഓ ശരി. എന്താണ് ഇതിന്റെ സിംറ്റം എന്ന് പറയുന്നത് ഡോക്ടറെ? ഇത് ഹാർട്ട് റിലേറ്റഡ് സിംറ്റംസ് തന്നെ വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഞ്ച് ഭാരം, നെഞ്ചിന് വേദന, ശ്വാസം മുട്ട, അങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങൾ വരും. പിന്നെ ഇടുപ്പിന് മാറ്റം വരാം. നെഞ്ചിടിപ്പിന്. അതെ. പിന്നെ കൂടുതലായിട്ട് വരാമെന്ന് വേറെ കഴിഞ്ഞാൽ പെരിക്കാർഡിയൽ എഫ്യൂഷൻ, അതായത് ഔട്ടർ കവറിങ്ങിന്റെ പുറത്ത് ഫ്ലൂയിഡ് കെട്ട് എന്ന മാതിരി വരും. പെരിക്കാർഡിയൽ എഫ്യൂഷൻ അതിന് പറയുന്നത്. അപ്പോൾ അത് ഹാർട്ടിനെ കംപ്രസ് ചെയ്തിട്ട് സിംറ്റംസ് ഉണ്ടാക്കാം. ഹൃദയാരോഗ്യം എന്ന് പറയുന്ന ഏരിയ എല്ലാവരുടെയും ഹൃദയം നല്ല ആരോഗ്യത്തോടു കൂടി തന്നെ ഇരിക്കട്ടെ. കൃത്യമായി ഡോക്ടർമാരുടെ അടുത്തേക്ക് വളരെ കൃത്യമായിട്ട് ആളുകൾ എത്തട്ടെ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് ഡോക്ടേഴ്സ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു. താങ്ക് യു.